ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള വെജ് റോൾ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനും ഒക്കെ പറ്റുന്നൊരു ടേസ്റ്റി വെജ് റോളാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വെജ് റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് മൈദയും യൂസ് ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ് മൈദ ചേർക്കുന്നത് ഈ ചപ്പാത്തി കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ മാവൊന്ന് സോഫ്റ്റ് ആവാനാണ്. പച്ചവെള്ളത്തിൽ കുഴക്കുന്നതിലും സോഫ്റ്റായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാവിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടിപ്പോയരുത്. പിന്നെ നമ്മൾ എക്സ്ട്രാ പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് നല്ലത് കറക്റ്റായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ മാവ് കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ അതുപോലെ തന്നെ നെയ്യോ വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇനി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്ത് വയ്ക്കാം. അപ്പോൾ സമയം ഒട്ടും കളയേണ്ട ആവശ്യമില്ല. മാറ്റി വയ്ക്കാം മാവ്. ഈ ഒരു വെജിറ്റബിൾ റോളിലേക്ക് ഞാൻ പൊട്ടറ്റോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു മീഡിയം സൈസ് പൊട്ടറ്റോ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി സ്ക്വയർ ഷേപ്പിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കോ അല്ല ഒരുപാട് നൈസോ അല്ലാത്ത ആ ഒരു അളവിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിനോടൊപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊട്ടറ്റോസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പൊടികളും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരുപാട് എരിയൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒത്തിരി എരി വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എല്ലാം കൂടിയിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കൈകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോസൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു മാവ് ഒന്ന് കുഴഞ്ഞ് ഒരു നല്ലൊരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ആവശ്യമൊന്നുമില്ല. കുറച്ച് നമ്മുടെ കയ്യിലൊന്ന് കുടഞ്ഞെടുത്താൽ മതി. നമ്മുടെ പൊട്ടറ്റോസൊക്കെ നമ്മൾ മാവൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണയിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പൊട്ടറ്റോസായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പൊട്ടറ്റോസും തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ പൊട്ടറ്റോസും ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ പൊട്ടറ്റോസൊക്കെ ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പുറം മാത്രം മൊരിഞ്ഞ് വരും, അകം നന്നായിട്ട് കുക്കാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോസൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഫ്രൈ ആയിട്ട് ഇത് കഴിച്ചോളും. നമ്മുടെ പൊട്ടറ്റോസൊക്കെ അങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഫില്ലിങ്സ് റെഡിയാക്കാനുണ്ട് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, ക്യാബേജ് ഇതെല്ലാം നീളത്തിൽ നല്ല കട്ടിയില്ലാണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ബട്ടർ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല.
നമുക്ക് ഈ വെജിറ്റബിൾസ് വഴട്ടാതെ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇങ്ങനെ വഴട്ടിയിട്ട് നമ്മുടെ ഈ റോളൊന്ന് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാ വഴട്ടാതെ വെക്കുന്നതിനേക്കാളും ഒക്കെ കുറച്ച് ഒരുപാട് ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ബട്ടറിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് വെക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വെജിറ്റബിൾസ് അല്ലാണ്ട് തന്നെ എടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഓൾറെഡി നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തപ്പോഴും മാവിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ 4 പോർഷനായിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഒട്ടും കട്ടിയില്ലാണ്ടുമല്ല, എന്നാൽ ഒത്തിരി തിക്കായിട്ടുമല്ല, ഞാനിതിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഒരുപാട് മൊരിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് മൊരിയാൻ കാത്തി നിന്നാൽ നമ്മുടെ ചപ്പാത്തി ഒന്ന് ഹാർഡായി പോകും. അതുകൊണ്ട് ഇങ്ങനെ വേഗം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് അമക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അടിഭാഗം ഒരുപാട് മൊരിയാതെ ഇങ്ങനെ കീപ്പ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട നമുക്കിനി ഈ ചപ്പാത്തിയുടെ മുകളിലായിട്ട് തേച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ചപ്പാത്തിയുടെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിന് മുകളിലായിട്ട് വേണം നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 2-3 സ്പൂൺ മുട്ട ഇതുപോലെ എല്ലാ പോർഷനും കവർ ചെയ്യുന്ന പോലെ ഈ ഒരു ചപ്പാത്തിയുടെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി മുട്ടയുടെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ചീസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയ പോലുമില്ല, നന്നായിട്ട് മെൽറ്റായി പൊക്കോളും. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പുറകുവശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ടയുടെ സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള റോൾസ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കുറച്ച് മയണൈസും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അപാര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടില്ല, ഉള്ളവരാണെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ മുകളിലായിട്ട് ഇങ്ങനെ സെൻറ്ററിലായിട്ട് തന്നെ കുറച്ച് കെച്ചപ്പ് തേച്ച് കൊടുക്കാം. അപ്പോൾ മയണൈസ് ഉണ്ടെങ്കിൽ മറക്കാതെ ചെയ്ത് കൊടുക്കുക അങ്ങനെ. ഇനി മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് സോസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം, ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ റോൾ ഞാനൊന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. ഒപ്പം തന്നെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നല്ല റെസിപ്പീസായിട്ട് നമുക്ക് ഇനിയും കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.